ഡോക്ടർ ഈ കുഞ്ഞു കുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തുന്നു. അതോടൊപ്പം തന്നെ വൃദ്ധരായ സ്ത്രീകൾ 80 വയസ്സിന് മുകളിലുള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയൊക്കെ പീഡിപ്പിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? കുട്ടികൾക്കെതിരെയും പ്രായമുള്ളവർക്കെതിരെയുള്ള പീഡനങ്ങൾ നേരത്തെയും ഉണ്ട്. നമ്മൾ അതിൻ്റെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ 91% ആളുകളും കുട്ടികൾക്ക് പരിചയമുള്ള ആളുകൾ, കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പരിചയമുള്ള ആളുകളായിരിക്കും കൂടുതലും അവരെ റേപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ കുറച്ചെങ്കിലും അപരിചിതർ അവരെ പെട്ടെന്നുള്ള ഒരു ഇമ്പൾസീവായിട്ട് എടുത്തു ചാടിയൊക്കെ ഉള്ള ഒരു പീഡനങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം അവർക്ക് പരിചയമുള്ള സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്റ്റെപ്പ് ഫാദർ, റിലേറ്റീവ്സ്. ഇപ്പം ഈ അടുത്ത പത്തനംതിട്ടയിലെ കേസ് തന്നെ എടുത്ത് അറിയാം. അതിനകത്ത് ഒരു 5 വർഷത്തോളമായിട്ട് ആ കുട്ടീനെ പീഡിപ്പിക്കുകയായിരുന്നു. 18 വയസ്സ് 13 വയസ്സ് മുതൽ പീഡനത്തിന് ഇരയാകുമെന്നാണ് കുട്ടി പറഞ്ഞത്. ആ കുട്ടി വിശ്വസിക്കേണ്ട ആളുകളാണ്, കോച്ച്, അതേപോലെ കൂടെ ഉള്ള ക്ലാസ്മേറ്റ്സ് ഒക്കെയാണ് അതിനെ പീഡിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അത് എല്ലാ വാർത്തകളും കാണും. ഇപ്പം ആലുവയിലെ കൊലപാതകം നമുക്കറിയാം, റേപ്പ് ചെയ്ത് 5 വയസ്സുള്ള ഒരു അതിഥി തൊഴിലാളിയുടെ കുട്ടീനെ കൊന്ന ആ കേസിലൊക്കെ അത് ബന്ധു അല്ലെങ്കിൽ പോലും അവർക്ക് പരിചയം, അവർ പറയുന്നുണ്ട്, അവർ മുകളിൽ താമസിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നുണ്ട്. അവരെ കാണുകയും പരിചയമുള്ള ആളുകളുമാണ് കൂടുതലും കുട്ടികളെ പീഡിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലും വൾണറബിൾ ആണ്. നമുക്കൊരു തിരിച്ച് പ്രതികരിക്കാൻ സാധ്യത കുറവുള്ള, അല്ലെങ്കിൽ പോയി പറയാനോ നമ്മൾ കേസിൽ പെടാനൊക്കെ സാധ്യത കുറവുള്ളത് കാണുമ്പോഴത്തേക്കും ഒരു ആക്രമണ വാസനയും കൂടുമല്ലോ. അപ്പോൾ ഓൾറെഡി ആ ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ 2 ഗ്രൂപ്പാണുള്ളത്. ഒന്ന് കുട്ടികളും പിന്നെ ഒരു പ്രായാധിക്യം ചെന്ന ആളുകളും. അവർക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഇവർക്ക് അറിയാം, അതുകൊണ്ട് തന്നെ കൂടുന്നു. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം കുറച്ചുകൂടി റിസ്ക് കൂടുതൽ, കുറച്ചുകൂടി മാനസികമായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു വൈകല്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ശാരീരികമായിട്ട് ഇപ്പം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്ക് കുറവ്, കേൾവിക്ക് കുറവ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറേ നാളായിട്ട് അസുഖങ്ങളായിട്ട് കിടപ്പിലായ കുട്ടികൾ, പ്രായം ചെന്ന ആളുകൾ ഒക്കെ കിടപ്പിലാണെന്ന് വിചാരിച്ചു. അപ്പം ഈ അടുത്ത് കണ്ടു ഞാൻ, ഡിമെൻഷ്യ വന്ന, മറവി രോഗം വന്ന ഒരു അമ്മേനെ മകൻ വർഷങ്ങളായി പീഡിപ്പിച്ചിട്ട് അച്ഛൻ പോയി പരാതി പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ്. അപ്പോൾ അവിടെയൊക്കെ ഓൾറെഡി കുട്ടികളും പ്രായമുള്ളവരും കുറച്ച് വൾണറബിൾ ആണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 1-2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ലഹരി കൂടുതലായിട്ട് ഉപയോഗിക്കുക, കുടുംബത്തിൽ കൂടുതൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ സ്ഥിരം കാണുക, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തമൊക്കെ നടക്കുന്ന സമയത്ത്, അതൊക്കെ അവർ കൂടുതൽ വൾണറബിലിറ്റി കൂടുന്ന സമയങ്ങളിൽ ഇവർ കൂടുതൽ ചൂഷണത്തിനിരയാം. മറ്റുള്ളവർക്ക് ഉണ്ടാകില്ലെന്നല്ല, സാധാരണ കുട്ടികളെയും മുതിർന്നവരെ അപേക്ഷിച്ച് റിസ്ക് കൂടുതലുള്ളവർ കൂടുതലായിട്ട് ചൂഷണത്തിന് ഇരയാവും. നമുക്കത് കുട്ടികൾക്ക് അത് ഏത് രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം? പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തന്നെ ഏറ്റവും എളുപ്പമായിട്ട് പറയാനുള്ള കാര്യം കുട്ടികളെ ഇതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തന്നെ പീഡനത്തിന് ഇരയാക്കുന്ന നമ്മൾ വാർത്തകൾ കാണുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ സേഫ്റ്റി, ഇപ്പം 1 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ സേഫ്റ്റി എന്തായാലും മാതാപിതാക്കളുടെ കയ്യിലാണ്. അവരെ സേഫ് ആക്കുക എന്നുള്ളത് പേരൻസിന്റെ ഒരു വലിയ ദൗത്യമാണ്. അതേപോലെ തന്നെ ഇപ്പം കുട്ടികളെ പീഡനത്തെ പറ്റി ഒന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇപ്പം അവരുടെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് കാര്യങ്ങൾ അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇപ്പം തെറ്റായ സ്പർശനങ്ങൾ നമ്മളെ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുതെന്നുള്ളതും, ഇപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ബാഗോ അല്ലെങ്കിൽ നിങ്ങളുടെ പെന്നോ പെൻസിലൊക്കെ അല്ലെങ്കിൽ നോട്ട്സൊക്കെ നിങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ ആർക്കും കൊടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ വേറെ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവരുടെ സാധനങ്ങൾ എടുക്കാവും. അപ്പോൾ അതേപോലെ നമ്മുടെ ശരീരം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കും. കുട്ടികളുടെ ശരീരം അവരുടെ ഒരു സ്വന്തമാണ്. അപ്പം നമ്മുടെ അനുവാദം ഇല്ലാതെ ആർക്കും നമ്മളെ സ്പർശിക്കാനോ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളെ ആരെയും സ്പർശിക്കാനോ ഒന്നും പാടില്ല. അതിൽ തന്നെ സ്വകാര്യ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ പാവകളെ ഒക്കെ അല്ലെ പടം വരച്ചൊക്കെ നമുക്ക് അവർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്ത് പിന്നെ പ്രായം ചെല്ലുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാകുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ വേറെ ഒരു വഴിയിലൂടെ തെറ്റായ ഒരു വിവരം അവർക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പലപ്പോഴും ഈ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ അവർ അറിയിക്കില്ല, കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അതാണ്. അപ്പം കുറേ വർഷം കഴിയുമ്പോഴാണ് ഇവരുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വൈകല്യങ്ങൾ കാണുമ്പോൾ കൗൺസിലിംഗ് നടത്തുമ്പോഴാണ് ഇത് പുറത്ത് പറയുന്നത്. ഇപ്പം തന്നെ ഈ റേപ്പ് കേസുകളൊക്കെ വരുമ്പോഴത്തേക്കും പലരും ഇവരെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടില്ല. ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണോ
പറയുന്നത്. മുതിർന്ന ആളുകൾ പോലും പുറത്ത് പറയാനായിട്ട് ഒത്തിരി വൈകും. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ ചൂഷണത്തിന് ഇരയാവുന്ന പലർക്കും മനസ്സിലാകത്തില്ല. ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുക, അയ്യോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ചൂഷണത്തിന് ഇരയാകുകയാണല്ലോ എന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അന്നേരം തന്നെ ഇവർക്ക് തോന്നും, അയ്യോ ഞാൻ അവരുടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചു, എനിക്ക് അവർ ചോക്ലേറ്റ് തന്നിട്ടാണ് ചെയ്തത്, ഇത്രയും വർഷം ഞാൻ പറഞ്ഞില്ല, ഇനി പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളൊരു നാണക്കേട് കാരണം കുറെ പേര് പറയാതിരിക്കും. പിന്നെ ചിലർ ഭീഷണിപ്പെടുത്തും, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഉപദ്രവിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ചില കുട്ടികൾ ഭീഷണിയുടെ ഒരു വേറൊരു തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഒരു സഹോദരങ്ങളെയും കൂടെ അല്ലെ സഹോദരിയും കൂടെ ഞാൻ ഇതേപോലെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പേടി കാരണവും പുറത്ത് പല കാരണങ്ങളുണ്ട്. പേടി കാരണം പുറത്ത് പറയുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞാണ് കുറച്ച് ധൈര്യമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലർ തുറന്നു പറയും. ചിലത് തുറന്നു പറഞ്ഞാലും പേരൻസ് ആയിട്ട് തന്നെ ഹൈഡ് ചെയ്തത് പിന്നെ പുറത്തേക്ക് വരാതെ വെക്കുന്ന കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ വിവാഹത്തിന് ശേഷം ഈ പെൺകുട്ടികൾ ഈ ഹസ്ബൻഡിനോട് ശാരീരികമായി അടുക്കാതിരിക്കുകയും ഒരു ഭയം പോലെ അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഇത് പുറത്തറിയുന്നത്. അത് അന്നേരം കൗൺസിലിംഗ് വരുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്. അത് കൂടുതലും നമ്മൾ കാണുന്നത് ഇപ്പൊ അവർക്ക് ഭയങ്കര ട്രസ്റ്റ് ഉള്ള ആരെങ്കിലും, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കൂടുതലും പരിചയമുള്ള ആൾക്കാരാണ് ചൂഷണം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് അവർ ഒത്തിരി വിശ്വസിച്ച ആരെങ്കിലും, അവർക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അവർ വിചാരിച്ചിരുന്ന ആരെങ്കിലും ആണ് അവരെ പീഡിപ്പിച്ചെങ്കിൽ പിന്നീടുള്ള അവരുടെ എല്ലാ റിലേഷൻഷിപ്പിലും ഈ ട്രസ്റ്റ് ഇഷ്യൂസ് വരും. അത് ദാമ്പത്യ ജീവിതം മാത്രമാണെന്നില്ല, അത് ഫ്രണ്ട്സ് ആകാം, ബാക്കി റിലേറ്റീവ്സ് ആകാം. ഇപ്പം എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും സ്നേഹം മറ്റു പാർട്ട്ണർക്കുണ്ടെങ്കിലും ഇവർക്ക് എല്ലാത്തിനും ഒരു സംശയത്തിന്റെ നിഴലിലായിരിക്കും ഇവര് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ആ ബന്ധത്തെ ബാധിക്കും. അത് പിന്നെ കൗൺസിലിങ്ങിലൂടെ പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? അത് ഈ ട്രോമ അത് പുറത്ത് വന്നില്ല, അതിനെ ഒന്നൊരു റിക്കവർ ആയില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവർ പുറത്ത് പറയാത്ത അല്ലെങ്കിൽ അവർ പേടിച്ചിരുന്ന ഈ മനസ്സിൽ അവർ പൂഴ്ത്തി വെച്ചിരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ പുറത്തെടുക്കുകയും നമ്മളോട് സംസാരിക്കുകയും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ആ ട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകാം, റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആക്കാൻ പറ്റും. പിന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ ഇപ്പോൾ അമിതമായ ഉപയോഗം ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ അതൊക്കെ ഇതിനെ ഏത് തരത്തിൽ ബാധിക്കും? ഈ ലൈംഗികപരമായ കാര്യങ്ങളാണോ ഉദ്ദേശിച്ചത്? മൊബൈൽ ഫോണിന്റെ തീർച്ചയായിട്ടും ഇപ്പം എല്ലാം നല്ല സൈറ്റുകളല്ല. ഇപ്പം നമ്മുടെ മീഡിയയിലാണെങ്കിൽ പോലും ഇപ്പം സിനിമകളാണെങ്കിൽ പോലും തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾ നേരത്തെ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പലതും 13+, 18+ കാണിച്ചാലും ആ ഏജിലുള്ളവർക്ക് മാത്രമല്ല അവരുടെ അതിന് ചെറിയ കുട്ടികൾ തൊട്ട് കാണുന്നുണ്ട്. ഇപ്പം പോണോഗ്രാഫി സൈറ്റ്സ് പോലും തീരെ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ കാണുന്നുണ്ട്. അപ്പൊ അത്രയും എക്സ്പോഷർ വരും. പല ഫാന്റസീസും കാര്യങ്ങളും കാണുമ്പോൾ ഇതാണ് ശരി, ഇതും കറക്റ്റ് ആണെന്നുള്ളൊരു തെറ്റായ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുകയാണ്. ചിലർ ഈ ദുരുദ്ദേശത്തോട് തന്നെ കുട്ടികളെ കാണിക്കും. നമ്മൾ ചില കേസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആദ്യം കുട്ടികളെ ഇത്തരം വീഡിയോസ് കാണിക്കും. വീഡിയോസ് കാണിച്ചിട്ട് ഇത് ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്, ചിലരോട് ഇതൊരു സീക്രട്ട് പ്ലേ ആണ്, ഇങ്ങനെ കളിയാണ്, അത് പുറത്ത് പറയാൻ പാടില്ല, നമ്മുടെ ഇടയിലുള്ള സീക്രട്ട് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ കുട്ടികൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഒക്കെ വേറെ ആളുകൾ ചെയ്യുന്നുണ്ട്, നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളാണ് പറയുന്നത്. അപ്പം അങ്ങനെ മീഡിയ വഴിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ വഴിയും കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് നമുക്ക് കൂടുതലും കണ്ടുവരുന്നത് ഈ പുരുഷന്മാർ പെൺകുട്ടികളായിട്ടുള്ള കുഞ്ഞുകുട്ടികളോട് തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സ്ത്രീകളും അടുത്തും സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുന്ന അധ്യാപിക ക്ലാസ്സിലെ കുട്ടിയോട് ലൈംഗിക താല്പര്യത്തോടെ കൊണ്ടുപോയി എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നില്ല. അത് കുറച്ച് നാൾ മുമ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്ത്രീകളും പുരുഷന്മാരെ ഇപ്പം ഈ പോക്സോ ആക്ട് ഒക്കെ വന്ന സമയത്ത് ശരിക്കും അത് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇത്രയും നാളും പീഡനം എന്ന് പറയുമ്പോൾ പെൺകുട്ടി മാത്രം ഇരയായിട്ടുള്ളത്. പിന്നീട് മനസ്സിലായി പെൺകുട്ടികളെല്ലാം ആൺകുട്ടികളും ഇരയാകുന്നുണ്ട്. ഇപ്പം ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് വെച്ചാൽ 4/1 പെൺകുട്ടികളാണെങ്കിൽ 13/1 ആൺകുട്ടികളുണ്ട്. അതൊരു ചെറിയ കണക്കല്ലല്ലോ. 4 വെച്ച് നോക്കുമ്പോൾ 13 വലുതാണെങ്കിലും പക്ഷെ 13/1 ആൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അതേപോലെ തന്നെയാണ് സ്ത്രീകളും പീഡിപ്പിക്കുന്ന കാര്യത്തിൽ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ള കണക്കുകളൂടെ
നമുക്കത് നമ്മൾ നേരത്തെ നമ്മളോട് ആരെങ്കിലും ഒരു പീഡനം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയും പീഡിപ്പിക്കുന്ന ഒരു പുരുഷനുമായിട്ട് മാത്രമേ നമ്മുടെ ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിലേക്ക് വരത്തുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാം പുറത്ത് വരുന്നുണ്ട്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ കൂടുതൽ പുറത്ത് വരുമ്പോൾ ആളുകൾ കൂടുതൽ അവെയർ ആവുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.